ഈ നമ്പറുകൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ? അറിയില്ലല്ലേ. നിങ്ങൾ കാണുന്ന നമ്പറുകളെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യും പെട്ടെന്ന്. നിങ്ങൾ കാണുന്ന നമ്പർ ഇത് മറ്റേ നമ്പറിൽ ഇട്ടോ, അവനൊരു നമ്പർ ഇറക്കി ഇവനൊരു നമ്പർ ഇറക്കി, അതല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളൊക്കെ പണ്ടൊക്കെ കുറെ നമ്പറുകൾ ഇറക്കാൻ വിദഗ്ധന്മാരായിരുന്നല്ലോ അല്ലെ. പല പല നമ്പറുകൾ ഇറക്കിയിട്ടൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇത് ആ നമ്പർ ഒന്നുമല്ല, ഇത് വേറെ നമ്പറുകളാണ്. നമ്മളെല്ലാം പറയുന്നത് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് ദൈവികമായ കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് മറ്റേ നമ്പറുകളൊന്നും അറിയാനും പറ്റും. ലോട്ടറി അടിക്കണമെങ്കിൽ സുധാകർജിക്ക് ഒരു നമ്പർ ഉണ്ടായിരുന്നു. അതുപോലെ നമ്പറുകൾ കണ്ട് അടിക്കണം, നമ്പറുകൾ അറിയണം. അല്ല 1 2 3 4 5 6 7 ഫുള്ള് എഴുതല്ലേ, ആ നമ്പറുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആൾക്കാർ എഴുതിക്കൊരു നമ്പറോട് 0 1 2 3 4 5 6 7 8 9 ഇതെല്ലാം നമ്പറുമായി, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട്. കോമൺ ആയിട്ട് വേറെ നമ്പർ ലോകത്ത് കണ്ടു. ഇനി ചോദിക്കട്ടെ, എത്ര പേർക്ക് ഈ നമ്പറിന്റെ തത്വം അറിയണം? എത്ര പേർക്ക് ഈ നമ്പറിന്റെ തത്വങ്ങൾ അറിയണം? കുറച്ചെന്ന് പറയാം, ബാക്കി കേൾക്കണം. അവിടെ ഓർക്കണം, എത്ര പേർക്ക് എന്ന് പറയുമ്പോൾ പേരാണ് പറയേണ്ടത്. മീയൊന്നുമില്ല, ഐവാണ്ടൊന്നും ഇവിടെ ഇല്ല, അതൊന്നും അപ്ലിക്കബിളേ അല്ല. ഇവിടെ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഇപ്പൊ ചേർത്ത് പറഞ്ഞു പോകാം അല്ലെ, ഇല്ലെങ്കിൽ പിന്നെ മറന്നുപോകും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ടെസ്റ്റ് ചെയ്യാമെന്ന് ടോപ്പ് പീപ്പിൾ ആണ്, 171 പീപ്പിൾ ആയി. സന്തോഷം, എല്ലാവർക്കും സ്നേഹം, സന്തോഷം. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കും സ്നേഹം, സന്തോഷം. നിങ്ങൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. ആരും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാം എല്ലാ ദിവസവും ക്ലാസ്സിൽ വരിക. നിങ്ങൾ ഇന്ന് ഇത്രയും ആളുണ്ടായതും സന്തോഷത്തിൽ ഞാനൊരു കാര്യം പറയാൻ പെട്ടെന്ന് മറന്നുപോയി. നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻ പവർ ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള ഒരു ടെസ്റ്റാണ്. നമ്മളൊരു പ്രോഗ്രാം ലൈവ് നിങ്ങളെയൊക്കെ നേരിട്ട് കാണാനുള്ള ഒരു പ്രോഗ്രാം ഒക്ടോബർ മാസം 6-ാം തീയതിയും 13-ാം തീയതി, 6-ാം തീയതി ദുബായിലും 13-ാം തീയതി കൊച്ചിയിലും വെച്ച് നടത്താൻ ആലോചിക്കുന്നു. തീരുമാനിച്ചു എന്ന് പറയുന്നില്ല, ആലോചിക്കുന്നു എന്ന് പറയാം. എത്ര പേർക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് ഞാൻ പിന്നെ ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യാം. ആ ഷെയർ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ താല്പര്യം അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്യാൻ സാധിക്കൂ. അപ്പോ വേണമെങ്കിൽ ഇവിടെയും അത് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നിങ്ങൾ പിന്നെ ഫില്ല് ചെയ്തിട്ട് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്, വരാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോഗ്രാമിന് ഞാൻ ആദ്യമായിട്ട് ലൈവ് പ്രോഗ്രാം, നിങ്ങളൊക്കെ കാണുന്ന ഒരു ലൈവ് പ്രോഗ്രാം ഞാൻ വരുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ ഈ കാര്യത്തിൽ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് താല്പര്യമില്ല. അതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പരിപാടിയാക്കി മാറ്റുന്നത് എനിക്ക് താല്പര്യമില്ല. എനിക്ക് നമ്മൾ നേരിട്ട് നിങ്ങളെ കണ്ട് സംസാരിക്കുന്ന രീതിയിൽ ഒരു ക്ലാസ്സും കൂടി ഞാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മണി മാനിഫെസ്റ്റേഷൻ വിത്ത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു ക്ലാസ് സംഘടിപ്പിക്കാനാണ്, ഒരു ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കാനാണ് ആഗ്രഹം. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളെ കാണാം, നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇതിലൂടെ ജീവിതത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ പറ്റി ഗഹനമായി ഒന്ന് ആലോചിക്കാം. അപ്പോ ഇത് ഇത്ര താല്പര്യമുള്ളവർ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. മാം അതാണ് ഞാൻ പറഞ്ഞു, മാം മാനിഫെസ്റ്റ് ചെയ്യൂ, നിങ്ങൾക്ക് എല്ലാം നടക്കും. ഇത്രയും വരുന്ന കഴിഞ്ഞു, ബാക്കി ഏത് സ്ഥലത്ത് വേണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇത് ടോട്ടലി ഞാനിപ്പോ ഈ കോൺസെപ്റ്റ് 6-ാം തീയതി ദുബായിൽ നിന്നും 12-ാം തീയതി 13-ാം തീയതി കൊച്ചിയിൽ എന്നുള്ളത് ഞാനിപ്പോ മനസ്സിൽ വെച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെയൊക്കെ മാനിഫെസ്റ്റേഷൻ പവർ അനുസരിച്ച് അത് മാറിയും മറിഞ്ഞിരിക്കും. വരാൻ താല്പര്യമുള്ള ആൾക്കാരെല്ലാവരും അറിയിക്കുക. രണ്ട് സ്ഥലത്തും നടക്കുമോ അറിയില്ല ഷിബു, എനിക്ക് ആഗ്രഹമില്ലാണ്ടില്ല. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർ ഉണ്ടായാലല്ലേ ഒരു പ്രോഗ്രാം നടത്തിയ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാം, നോക്കാം. എവിടെയാണ് ഏറ്റവും കൂടുതൽ, അതിന് ഓപ്ഷൻ തരാം. ഏറ്റവും കൂടുതൽ ദുബൈക്കാർക്ക് ഒരു ഓപ്ഷനേ ഉള്ളൂ. ഇന്ന് കുറെ ആൾ വിളിച്ചു അബുദാബിയിൽ വേണമെന്നുണ്ട്. എനിക്ക് എളുപ്പമാണ്, പക്ഷെ അബുദാബി അത്രയും ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ദുബായ് സെറ്റ് ചെയ്യുന്നു. ദുബായ് ഉറപ്പാണ്. ഇപ്പൊ എല്ലാ ദുബൈക്കാരെല്ലാവരും സെറ്റ് ചെയ്തോ. ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അഡ്മിൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചു. ഇനി നമ്മൾ പറഞ്ഞു. ഓക്കെ, രണ്ടാമത് പറഞ്ഞ കാര്യം,
ഈ നമ്പറുകൾ നമ്മളുടെ ജീവിതത്തെ നിർണയിക്കുന്ന സുപ്രധാനമായ ചില നമ്പറുകൾ, ചില ദൈവീക നമ്പറുകൾ, ചില ഏഞ്ചൽ നമ്പറുകൾ എന്തുകൊണ്ട് നമ്മൾ കാണുന്നു, അതിന്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് വിചാരിച്ചിട്ട് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് കാര്യമില്ല. അത് കാണില്ല, കണ്ടാലും കാര്യമില്ല. പക്ഷെ കണ്ടു കഴിയുമ്പോൾ ഒരു ചില യാത്രയിൽ മാത്രമേ ഇത് കാണുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ് എന്ന് പുനഃസ്ഥാപനം നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രണ്ടെണ്ണം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സമയപരിമിതി കൂടി നോക്കണം. ബാക്കിയുള്ള കുറേ നമ്പറുകൾ ഞാൻ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അടുത്തടുത്ത ക്ലാസ്സുകളിൽ പറയാം. ഏറെ സന്തോഷത്തോടു കൂടി ഈ നമ്പറുകളുടെ അർത്ഥം അറിയേണ്ടവർ ഒന്ന് പറയുക, എനിക്കിത് അറിയണമെന്ന്. എത്ര പേർക്ക് അറിയണമെന്നോടി നേരത്തെ പറഞ്ഞു അതല്ലേ? നിങ്ങളെല്ലാം പേര് പറഞ്ഞല്ലേ, സോറി ഞാനത് മറന്നുപോയി. അപ്പോ ഓക്കെ, ഏത് നമ്പറാണ് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത്? എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നമ്പർ ആദ്യം നമുക്കറിയണം. കുറെ ദിവസമായി ലോ ഓഫ് അട്രാക്ഷൻ പീപ്പിൾ അതിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. എന്റെ അഡ്മിൻ കുറെ ദിവസമായി അതിന്റെ പുറകെ കൂടി. അതുപോലെ ശില്പയൊക്കെ അത് ഏറ്റുപിടിച്ച് കുറെ ദിവസമായിട്ട് ഒരു നമ്പറിന്റെ പുറകെ പോകുന്നു. ഞാൻ കണ്ടേ എന്ന് പറയുന്നു അല്ലെ? ആ നമ്പർ നമുക്ക് ആദ്യം വെച്ച് തുടങ്ങാം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ ഇന്ന് ഈ പറയുന്ന ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു PDF ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് തരാം. കാരണം ഇത് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഞാനത് ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു കാര്യം ചെയ്യണം. ഞാൻ പറ്റുമെങ്കിൽ ഒരു ഇമെയിൽ, ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തരാം. അതിൽ നിങ്ങൾ ഇമെയിൽ ID എഴുതി അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ PDF നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് അയച്ചു തരാം. അപ്പോൾ ആദ്യമായി തന്നെ മനസ്സിലാക്കുക, എന്താണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്? അതിന് മലയാളത്തിൽ നമ്മൾ അന്യാക്ഷരങ്ങൾ എന്ന് പറയും. അന്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പറുകൾ നമ്മുടെ ഒരു സംഭവം എന്ന് പറയുന്നത് യൂണിവേഴ്സ് എങ്ങനെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് അതിൽ ഒന്നാമത്തെ അർത്ഥം. യൂണിവേഴ്സ് നിങ്ങളോട് ഏതോ ഒരു കാര്യം പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കേൾക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് യൂണിവേഴ്സ് തത്വത്തിൽ പറയുന്നത്. അപ്പോൾ ഈ സംഖ്യകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ യൂണിവേഴ്സ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പും ഈ സംഖ്യകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇനിയും ഈ സംഖ്യകൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ മസ്തിഷ്കത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസുകൾ സിസ്റ്റം അനുസരിച്ച്, ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ചിന്തകളാണെന്ന് എല്ലാ ദിവസവും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ എന്ത് ക്രിയേഷൻ, എന്ത് തന്നെ നടക്കുന്നുവോ അതിന്റെ എല്ലാം നിദാനം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. ചിന്തകളിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നതും. ചിന്തിച്ചത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയും കണ്ടതാണ് ചിന്തിക്കുക എന്നല്ല, ചിന്തിച്ചതേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന തത്വം. ഇമെയിൽ ID ഇപ്പൊ എഴുതി അയച്ചിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു ഇത് ഷെയർ ചെയ്ത് തരാം, ലിങ്ക് ഷെയർ ചെയ്ത് തരാം. അതിൽ നിങ്ങൾ ഇമെയിൽ ID മൊബൈൽ നമ്പറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമെയിൽ ഓട്ടോമാറ്റിക് അയക്കാനാകും. അപ്പോ യൂണിവേഴ്സ് ഇത്രയാണ്, തത്വം ഇത്രയാണ്, സിമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ. യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ ഒരു സന്ദേശം നിങ്ങളിലേക്ക് പകർത്താൻ താല്പര്യപ്പെടുന്നു എന്നതാണ് ഈ നമ്പറിന്റെ പ്രത്യേകത. അപ്പൊ ഓരോ സംഖ്യയിലും ഓരോരോ അർത്ഥങ്ങളാണ് ഉള്ളത്. സംഖ്യകൾ പല വിധത്തിലുണ്ട്, പല രീതിയിലുമുണ്ട്. എന്നാൽ നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്പറുകളെ മാത്രം ഇന്ന് എടുക്കാം. ട്രിപ്പിൾ ഫോർമാറ്റിലുള്ളത് മാത്രം ഇന്ന് എടുക്കാം. അല്ലെങ്കിൽ വേറെയും ഉണ്ട് കേട്ടോ, അത് തീരുന്നില്ല. അപ്പോ ഈ ഡിവൈൻ മെസ്സേജ് എങ്ങനെയാണ് നമ്മളിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ എന്താണ്? ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ ഞാൻ പ്രൂവൺ സയൻസിനെ പറ്റി അല്ല പറയുന്നത്. അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് സയൻസുകൾ ഉണ്ട് അല്ലെ. ന്യൂറോളജി ഉണ്ട്, ക്വാണ്ടം ഫിസിക്സ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ പാരാസൈക്കോളജികളുണ്ട്, സൈക്കോളജിന്റെ അപ്പുറത്തേക്ക് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ ലോകം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇത് എങ്ങനെ ആകർഷക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആകർഷക നിയമത്തിന്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്ന നമ്പർ ആണ്, എഴുതി വെച്ചോളൂ. ഈ നമ്പർ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരാം.
നമ്പർ 111 ആണ്. 111 അതിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. 111 എന്ന് പറയുന്നത് കാണുന്നത് വിശ്വത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അനുകൂലമായ ശക്തി നിങ്ങളുടെ അടുത്തേക്കാണ്, നിങ്ങളിലേക്കാണ് പ്രകൃതിയുടെ ശക്തി വന്നിരിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ് 111 എന്നത്. ഞങ്ങൾ സ്ഥിരം കാണുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന മിക്ക ആൾക്കാരും 111 കണ്ടു തുടങ്ങി. എന്ന് വെച്ചാൽ പുതിയ ഒരു തുടക്കം, നിങ്ങളുടെ പുതിയ ചിന്തകൾ, പുതിയ അവസരങ്ങൾ ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായ സമയമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ആരൊക്കെയാണോ 111 കാണുന്നത് എങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നാണ് അടിവരയിട്ട് പറയേണ്ടത്. 111 എന്ന് കാണുന്നത് പ്രകൃതി അല്ലെങ്കിൽ വിശ്വം അനുകൂലമായ ഒരു ശക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ തുടക്കങ്ങൾ, പുതിയ ചിന്തകൾ, പുതിയ അവസരങ്ങൾ തുടങ്ങിയവക്ക് സഹായകരമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഇത് കൃത്യമായി കണക്ട് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന്റെ വായനയിലേക്കാണ്, മനസ്സിന്റെ പാകപ്പെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ അത് വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് യൂണിവേഴ്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് സംഭവിച്ചിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയിരിക്കും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ശരിയാണ്, അതിൽ തെറ്റില്ല എന്നുള്ള ഒരു സയൻസ് ആണ്, ഒരു സിസ്റ്റമാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 111 എന്ന് പറയുന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി. അവനവന്റെ ചിന്തകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതി അതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളാകുന്ന വൈബ്രേഷനും പ്രകൃതിയിലെ വൈബ്രേഷനും പ്രധാനമായ ഈ 111 എന്ന് പറയുന്ന പ്രകൃതിയുടെ വൈബ്രേഷൻ നമ്മളുടെ വൈബ്രേഷനും സമാനമായി മാറിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അവയെ വളരെ ഗൗരവത്തോടെ കണ്ട് അതിലോട് സമീപിക്കുന്ന ഒരാൾക്ക് എല്ലാം വിശ്വം അനുരൂപകമാക്കി മാറ്റിത്തരും എന്നാണ്. മതി, ക്ലിയർ ആയോ സംഭവം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 111 കാണുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ ഉയർച്ച ഉണ്ടായിരിക്കുന്നു എന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഉയർന്ന തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നേടേണ്ടതായ, പുതിയതായി തുടങ്ങേണ്ടതായ സംഭവങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കുന്നു എന്നാണ്. അത് വളരെ നല്ലൊരു ദിവസമായി എനിക്ക് തോന്നുന്നു. 11/1/2025. അതിൽ 25 തൽക്കാലം ഒഴിവാക്കിയാൽ 11/1 എഗെയിനോട് വന്നു. പുതിയൊരു തുടക്കം, പുതിയ ആരാണോ കുറിച്ച് തന്നത് അത് നല്ലൊരു സംഖ്യാശാസ്ത്രം അറിയുന്ന ഒരാളാണ്. താങ്ക് യു വെരി മച്ച്. അക്ഷിത പറഞ്ഞത് മകളുടെ വിവാഹ തീയതി എടുത്തു, 11/1/2020. സന്തോഷമായി, മംഗളമായി, ദീർഘസമംഗലി ഭവയായി അവർക്ക് വർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശാസ്ത്രീയമായി ഇതിനെ ഇങ്ങനെ കാണുക. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനുമായി ഇത് ബന്ധപ്പെടുത്തി വരുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുന്നുവോ, അല്ലെ, അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു, നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ശരിയാണെന്ന് യൂണിവേഴ്സ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും പേടിക്കാനുണ്ടോ? ഇല്ലല്ലോ. ക്ലിയർ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എഴുതി വെച്ചോളൂ. 111 കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. 111 കാണുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ, ലക്ഷ്യങ്ങൾ വ്യക്തമായി സജ്ജമാക്കി വെക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 111 കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തത ഉണ്ടായില്ലെങ്കിൽ അത് ലഭിക്കില്ല.
അപ്പോൾ അത് കണ്ടു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ വ്യക്തതപ്പെടുത്തേണ്ടിയിരിക്കുന്നു. വ്യക്തമായാൽ എനിക്കിത് ലഭിക്കും, സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കുക, നിങ്ങളുടെ ചിന്തകളെല്ലാം വാസ്തവമായി മാറട്ടെ. അതിനുള്ള എല്ലാ സജ്ജീകരണവും പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും എന്ന് ഉറപ്പിക്കുന്നു. നിങ്ങൾക്കിത് കിട്ടിയെന്ന് തോന്നുന്നെങ്കിൽ സന്തോഷത്തോടെ ഒരു ഹാപ്പി എന്ന് അടിച്ചോളൂ. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി അടിച്ചോളൂ. സന്തോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ. യെസ്, എല്ലാവരും ഹാപ്പി അടിച്ചോളൂ. അതിൻ്റെ ഇടയിൽ അടുത്തത് പോവാം, സമയം കളയണ്ടല്ലോ നമുക്കല്ലേ. അടുത്ത നമ്പർ എഴുതി വെച്ചോളൂ. ഇത് രണ്ടും വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ നമ്പർ രണ്ടും പറഞ്ഞത്. ബാക്കി നമ്പർ വേറെ രസമായിരിക്കും. അടുത്ത നമ്പർ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് എല്ലാവരും ആവശ്യമുള്ള ഒരു നമ്പർ ഒന്ന് അടിച്ചു തരാമോ? ഏതാണെന്ന് ആർക്കെങ്കിലും പറയാമോ? നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള യെസ്, യെസ്, മോസ്റ്റ് ആൾക്കാർ പറയുന്ന നമ്പർ ഏതോ? ഇച്ചു ഓൾറെഡി 111 പറഞ്ഞു കഴിഞ്ഞു. ഇനെന്താണ് ഞാൻ വീണ്ടും 1 പറയുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന നമ്പറാണ് 888. 888. അടുത്തത് നമുക്ക് 888നെ പറ്റി പറയാം. എന്താണ് 888 കൊണ്ട് അർത്ഥമാക്കുന്നത്? യെസ്, അത് തന്നെ. 888 സംഖ്യ ധനസമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും പ്രതീകമാണ്. ധനസമൃദ്ധിയും സൗഭാഗ്യവും നമുക്ക് വേണം. അതാണ് 888ന്റെ പ്രത്യേകത. പുതിയ സാമ്പത്തിക അവസരങ്ങൾ നിങ്ങളിലേക്ക് കയറി വരുന്നു എന്നതാണ് നിങ്ങൾ 888 കാണുമ്പോൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നു. നിങ്ങളുടെ സാമ്പത്തിക നില നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ബെറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് കാണുമ്പോൾ? സമ്പത്തും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശക്തമായ വൈബ്രേഷനുകളായി ഒഴുകിയെത്തുന്നു എന്ന് പറയുന്നു. ഈ ധനസമൃദ്ധി ആവശ്യമായ വസ്തുക്കളെയും സാമ്പത്തിക ലക്ഷ്യങ്ങളെയും ആകർഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുത്താൻ നിങ്ങളെ സ്വയം സജ്ജമാക്കാനുള്ള യൂണിവേഴ്സിന്റെ സിഗ്നലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കാണുന്നു എങ്കിൽ നിങ്ങൾ തയ്യാറായിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിന് തത്തുല്യമായി എനർജി ലെവലിലേക്ക് ഉയരാൻ നിങ്ങൾ പ്രവർത്തനം ചെയ്യണം. എന്തൊക്കെ ചെയ്യണം? നിങ്ങളുടെ ചിന്തകൾ അതിനു തുല്യമായിരിക്കണം. നിങ്ങളുടെ മനോഭാവം ആ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവുന്നതിലായിരിക്കണം. നിങ്ങളുടെ യൂണിവേഴ്സൽ വൈബ്രേഷനുമായി നിങ്ങൾ ഏകീകരിക്കാൻ തയ്യാറാവണം. സമ്പത്തും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും സമ്പത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങളോട് വേറൊരു കാര്യം പറയാറുണ്ട്. മണി എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. മണിയുടെ യഥാർത്ഥമായ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അതിന്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സാധനമാണ് മണി. അപ്പോൾ അങ്ങനെ വരികിൽ നിങ്ങൾ ഉയർന്ന വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉയർന്ന മണി ലഭിക്കുന്നു. ലോ വൈബ്രേഷൻ കൊടുത്താൽ ലോ മണി ലഭിക്കുന്നു. ക്വാണ്ടം ഫിസിക്സ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഓരോ ശബ്ദവും ഓരോ ചിന്തയും വൈബ്രേഷനുകളാണ്. അപ്പോൾ നമ്മൾക്ക് യൂണിവേഴ്സ് പറയുന്ന 888 എന്ന് പറയുന്ന ധനസമ്പത്ത് നേടാനുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ശക്തി, 3 8കൾ കൂടിയ ശക്തിയോട് കൂടിയുള്ള വൈബ്രേഷനുകൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനും നിങ്ങളുള്ള വൈബ്രേഷനുകളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയർത്താനുമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാണ്? 888 കണ്ടാൽ മാത്രം ലഭിക്കുമോ? 111 മാത്രം കണ്ടാൽ ലഭിക്കുമോ? 2 കാര്യങ്ങളും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നിലവിലുള്ള വൈബ്രേഷനുകളെ ഉയർത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് വിശ്വാസത്തോടു കൂടി ഉയർത്തേണ്ടിയിരിക്കുന്നു. വൈബ്രേഷൻ ഉയർത്തണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? എന്തുണ്ടായാലാണ് നമുക്ക് വൈബ്രേഷൻ ഉയർത്താൻ പറ്റുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ
നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വൈബ്രേഷൻ കൂട്ടാൻ പറ്റുന്നത്. വൈബ്രേഷൻ എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് എനർജി ഉണ്ടാകുമ്പോഴാണ് വൈബ്രേഷൻ കൂടുക. ഞാൻ ഇന്ന് രാവിലത്തെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ കാണിച്ചു തരുന്നു അല്ലെ, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സാധനം കാണിച്ചു തരുന്നു. എങ്ങനെയാണ് ഒരു വൈബ്രേഷൻ, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം ഉണ്ടെങ്കിൽ അല്ലെ. ഒരാളുടെ എനർജി ലെവൽ എന്ന് പറയുന്നത് നമ്പർ കണ്ടില്ലെങ്കിൽ ധനസമൃദ്ധി വലിയ. ഇതൊരു ചോദ്യമാണോ സ്നേഹമ? നിങ്ങൾ ആ നമ്പർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പൈസ വരൂ എന്ന് വിശ്വസിച്ചാൽ അങ്ങനെയുള്ളൂ, ഇല്ലെങ്കിലും വരുമെന്ന് വിശ്വസിച്ചാൽ അങ്ങനെയുണ്ട്. പക്ഷെ ഇത് കാണുന്നതിന്റെ ഒരു യഥാർത്ഥ വശമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ ഇത് കൂടണമെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കിത് ബ്ലോക്ക് ആയിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എവിടെയോ നമ്മളിൽ ചില ബ്ലോക്കേജുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ബ്ലോക്കേജുകളെ മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പലതും കാണാൻ എന്താ പറയാ ഈ സാധനം ലഭിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചില മാലിന്യങ്ങളെ മാറ്റപ്പെടുത്തണം. അത് മാലിന്യങ്ങൾ മാറ്റപ്പെടുന്നതിന് മുമ്പായി നമ്മുടെ മാലിന്യങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ നമ്മുടെ എനർജിയുടെ അവസ്ഥ എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. മനുഷ്യനല്ലേ, ഈ പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങൾക്കും എനർജിയിലാണ്. ആ എനർജിക്കെല്ലാം മെഷർമെന്റും ഉണ്ട് അല്ലെ. സ്വാഭാവികമായും അറിയുവാണല്ലോ, എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു തിയറി പഠിപ്പിച്ചു തരാം. കാരണം ഈ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ജീവിതത്തിൽ ലോ എനർജിയിൽ നിൽക്കുന്നു, അപ്പോൾ അവരുടെ ജീവിതാവസ്ഥ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷെ ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഈ സാധനം നിങ്ങൾക്ക് കാണാമല്ലോ, ഒന്ന് എഴുതി വെച്ചോട്ടോ. കാണാം, നിങ്ങൾക്ക് എഴുതിക്കോളൂ നിങ്ങള്. നമുക്ക് എല്ലാം എനർജി ആണെന്ന് അറിയാം. നമ്മുടെ സാധാരണ എനർജിയെ മെഷർ ചെയ്യുന്നത് 20 നിന്നും 1000 വരെയുള്ള ഒരു ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് എന്നും ദേഷ്യമാണ് ഉള്ളതെങ്കിൽ അയാളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 150-ലാണ്. ഈ 150 ഫ്രീക്വൻസിയിലുള്ള ആൾ ജീവിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ നരകത്തിനും കുറച്ച് താഴെയുള്ള അവസ്ഥ, മുകളിലുള്ള അവസ്ഥയാണ്. ഈ അതിന് പറയുന്ന പേരാണ് ലോവർ ഈഗോ സെൽഫ് എന്ന് പറയുന്ന സംഭവം. അവിടെ ഒരിക്കലും അവർക്ക് സെൽഫ് എംപവർമെന്റ് ഉണ്ടാവുന്നില്ല. അവരെപ്പോഴും വിക്ടിം സ്റ്റേജിലാണ് നിൽക്കുന്നത്. സാക്ഷി എന്താ പറയുക, എല്ലാത്തിനും അവർ പ്രതിയാണ്, അല്ലെങ്കിൽ അബ്യൂസർ എന്ന് പറയുന്ന ഒരു കോൺഷ്യസ്നെസ്സിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഈ എനർജി ഉയർത്താൻ സാധിക്കാത്തിടത്തോളം കാലം, ദേഷ്യത്തെ ഒഴിവാക്കിയിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്ക് പോലും വരാൻ സാധിക്കാത്തിടത്തോളം കാലം നമുക്ക് റാഷണൽ ആയിട്ട് ഇമോഷണൽ സെൽഫ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നമുക്ക് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. ഇത് വലിയൊരു തിയറിയാണ്. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഞാൻ മറ്റേ ക്ലാസ്സിൽ തരാം. ഇത് വലിയൊരു തിയറിയാണ്. ഈ തിയറിയാണ് നമ്മുടെ മനുഷ്യന്റെ മനസ്സിന്. ഈ 1000 എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ 850 മുകളിലോട്ട് പോകുന്നതാണ് ഗോഡ് എന്ന് പറയുന്നത്. 1000 ബ്രഹ്മം എന്ന് പറയുന്ന അവസ്ഥ. ഫുൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ബ്രഹ്മം എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥയ്ക്കാണ് 1000 എന്ന് പറയുന്നത്. അതിന് താഴെ സുപ്രാ കാഷ്വൽ ട്രൂത്ത്, അതായത് സത്യലോ അല്ലെങ്കിൽ അതൊക്കെ പറയുന്ന കാര്യം. ഇതില് സാധാരണ രീതിയിലുള്ള ദ ഗ്രേറ്റ് വോയിഡ് അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എത്തുന്നവരാണ് ഈ മഹർഷിമാരൊക്കെ, അല്ലെങ്കിൽ സന്യാസികൾ, അല്ലെങ്കിൽ നമുക്ക് സദ്ഗുരു മതാനന്ദമയി എന്നൊക്കെ പറയുന്ന നമ്മൾ വിളിക്കുന്ന ഡിവൈൻ ഗോഡിന്റെ ഒക്കെ ഒരു ഡിവൈൻ ഗ്രേസ് ഉള്ള ലവ് യൂണിയൻ ഉള്ള സ്നേഹം മാത്രം അറിയാവുന്ന ആ ഒരു എന്താ പറയാ, നമ്മുടെ ഒരുപാട് ആൾക്കാർ, ഞാൻ ഉദാഹരണം പറയുന്നു, അവരൊക്കെ ഈ 800 എബോ നിൽക്കുന്നവരാണ്. അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവർക്ക് ഏത് വന്നാലും ഈ അതിനൊക്കെ മുമ്പിൽ അവര് നോൺ ഡ്യുവാലിറ്റി കോൺസെപ്റ്റിലേക്ക് പോകും. രണ്ടില്ല. ഈ 540 പോകുമ്പോൾ വൺനെസ് ഒക്കെയാ വരുന്നത്. ഇവിടെ ഒന്നേ ഉള്ളൂ, ഏകത്വം എന്ന് പറയുന്ന സാധനം. രണ്ടില്ല എന്നുള്ള അവസ്ഥയിൽ പിന്നെ എല്ലാത്തിനെയും അറിയുക, അവയർനെസ് എല്ലാം അറിയുക. ഇതൊക്കെ അങ്ങ് സ്പിരിച്വാലിറ്റിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ഈ 3rd ഡയമെൻഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്, ഇതിന് താഴോട്ട് വരുന്ന അവസ്ഥയാണ് പറയുന്നത്. ഇത് മാറ്റപ്പെടാത്തടത്തോളം അറ്റ്ലീസ്റ്റ് യു ആർ ബിക്കം എൻ വില്ലിങ്നെസ്, അക്സെപ്റ്റൻസ് എന്നുള്ള സ്റ്റേജ് വരെ എത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ ആ 10 മാലിന്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ 10 മാലിന്യങ്ങളെ നമുക്ക് മാറ്റപ്പെടാത്തടത്തോളം ഇതൊന്നും സാധ്യമാകില്ല. അപ്പോൾ യെസ്,
ആ പുസ്തകത്തിൽ അത്രയും ക്ലിയർ ആയി പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യരുടെ വിസ്മയത്തിൽ. അത് തന്നെയാണ് ഇന്ത്യണിറ്റ് കോഴ്സും അതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഇത്രയും ക്ലാരിറ്റിയോടെ പോയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം വർക്കാവുള്ളൂ. നേരത്തെ നിങ്ങൾ ചോദിച്ചത് 88 കിട്ടിയാൽ മാത്രം എല്ലാം നടക്കുമെന്ന് വെച്ചാൽ ഇല്ല. 88 നിങ്ങൾ കാണുന്നത് തന്നെ വലിയൊരു പുണ്യമാണ്. അങ്ങനെ കാണാൻ കിട്ടുന്നത്, അതുപോലെ 111 കാണാൻ കിട്ടുന്നത് നിങ്ങൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ അത് കാണാൻ വേണ്ടി എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളെ ഏകീകരിക്കാനും നിങ്ങളുടെ ചിന്തകളെ കറക്റ്റ് ആക്കാനുമാണ് നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് സിഗ്നൽ തരും. 111 ആണോ, 88 ആണോ, 222 ആണോ എന്നൊക്കെ. നേരത്തെ എന്നോട് വിജിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു 333 കാണുന്നത് അല്ലെ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് 333 വിശദമായി പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയാം, ജസ്റ്റ് ഫോർ അവയർനെസ് മാത്രം പറയാം. 333 എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൗതികവും മാനസികവും ആത്മീയവുമായ സമ്പൂർണ്ണ സമന്വയം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തേർഡ് ഡയമെൻഷനിലേക്കുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ്. ശരീരം, മനസ്സ്, ആത്മാവ് ഇവ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ത്രിപ്രതിയിലൂടെ കണ്ടത്. എന്ന് വെച്ചാൽ ചിന്തകളുടെ സമന്വയവും മാനസിക ശേഷിയുടെ വളർച്ചയും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അത് വേണമെങ്കിൽ ഞാനിപ്പോ നേരത്തെ വിജിൽ പറഞ്ഞ പോയിന്റിനെ ഒന്നുകൂടി വിജിലിന് വേണമെങ്കിൽ എവിടെയാണ് വിജിലിന് അത് കാണിക്കാൻ കാണാൻ ഇടയായതും എന്നും വിജിൽ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ ഇടയിൽ കൂടി ആ സാധനം കടന്നു പോയിട്ട് ഇതല്ല ആ പറഞ്ഞ വാക്കിനിടയിൽ അത് കടന്നു പോയിട്ടുണ്ട്. അത് നാളെ ഒന്ന് വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് വെക്കുമ്പോൾ വിജിലിന് മനസ്സിലാവും മൂന്നും തമ്മിലുള്ള സമന്വയത്തിന്റെ പ്രാധാന്യത്തെ പറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു എന്ന്. മനസ്സും ബുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സ് ആത്മാവും തമ്മിലുള്ള കണക്ടിവിറ്റി ഈക്വൽ ആക്കണം എന്നാണ് വിപുലത്തെ കൊണ്ട് കാണിച്ചത്. പക്ഷെ ഇന്ന് നിങ്ങൾ പോയി നേടിയ ഒരു ദീക്ഷ ഇത് കണക്ടിവിറ്റി ആയോ എന്ന് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ആവട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രാർത്ഥന. ഒന്ന് വിജിലൻസ് ചെയ്യുക. വിജിലൻസ് ആണ് ത്രിപിൾ പ്രത്യേകത. ബാക്കിയുള്ള നമ്പറുകൾ ഞാൻ ഇനിയൊരു ദിവസം പറഞ്ഞുതരാം. 8866ഉം 88ഉം ഒക്കെ ഞാൻ 99ഉം 789ഉം 777ഉം 55ഉം ഓരോ ദിവസം മറ്റൊരു ദിവസം എടുക്കാം. കാരണം എല്ലാം ഒന്നിച്ചാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ആവും. ഇന്ന് മുതൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക, കണ്ടാൽ നോട്ടിഫൈ ചെയ്യുക, എഴുതി വെക്കുക. ഞാനിത് കണ്ടു, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത്രയും പറഞ്ഞു അല്ലെ, ഇങ്ങനെ പോയാൽ മതിയോ അല്ലെ? ഇതൊന്ന് പരീക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ധൈര്യം ഉണ്ടെന്ന് ഇതൊക്കെ കിട്ടുന്നു പരീക്ഷിക്കണ്ടേ? വേണ്ടേ? യെസ് ഓർ നോ പറഞ്ഞ് ടൈപ്പ് ചെയ്ത്. പരീക്ഷണം വേണോ? പരീക്ഷണം വേണോ? എനിക്ക് ഇന്ന് അത്ര കണ്ട് എനിക്ക് സംസാരിക്കാനുള്ള ഒരു എന്തോ ഒരു ചെറിയൊരു ത്രോട്ടിലൊരു ഇതുണ്ട്. അപ്പൊ നമുക്കൊരു പരീക്ഷണം നടത്തിക്കളയാം. എല്ലാം റെഡിയാണ്. ചെറിയൊരു ടെസ്റ്റ് എഴുതുന്നോ? അത് നിനക്ക് പണം വരാനുള്ള എല്ലാ സാധ്യതയാണ് ജയപ്രകാശൻ. നീ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ കോഴ്സിന് ചേരും. അപ്പൊ ഞാനും കൂടി നിനക്ക് മാനിഫെസ്റ്റ് ചെയ്യാം പണം പെട്ടെന്ന് വരാനായിട്ടോ. അതല്ലേ ഏറ്റവും നല്ലത്. എല്ലാവട്ടെ പറഞ്ഞു നിനക്ക് എല്ലാവിധ ഭാവങ്ങളും. നിന്റെ ഓൾവേസ് ഇവിടെ അനുജിത്ത് എവിടെ? അനുജിത്ത് ഉണ്ടാവുമെന്ന് ഇല്ലല്ലേ? എന്നാ പിന്നെ വരാട്ടോ. എന്നെ കുറെ ദിവസമായി അനുജിത്ത് കാണാം, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഒരു പരീക്ഷ നടത്തിക്കളയാം. സിമ്പിളാണ്, ബട്ട് നിങ്ങളുടെ പവർ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സമയമാണെന്ന് കരുതുക. റെഡിയാണോ? എല്ലാവരും റെഡിയാണെന്ന് പറഞ്ഞല്ലേ? അപ്പൊ നമുക്ക് ആദ്യം 111 തന്നെ പരീക്ഷിച്ച് നോക്കാം. എന്താണ് 111? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, ഇതിൽ നിങ്ങൾ ഉത്തരം പറയണേ. ഞാൻ ചാറ്റിൽ ഒരു ചോദ്യം ചോദിക്കാം, ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് പറഞ്ഞേ. ചിന്തകളുടെ ശക്തിയാണോ നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നത്? ട്രിക്കാണ്, പെട്ടെന്ന് ചാടിക്കേറി ചിന്തിക്കാതെ പറഞ്ഞേക്കല്ലേ. ചിന്തകളുടെ ശക്തിയാണോ നിങ്ങളുടെ ജീവിതത്തെ നിർമ്മിക്കുന്നത്? ചോദ്യം ചോദിക്കാനുള്ള പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാത്തടത്തോളം കാര്യം ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു കാര്യമായി. അപ്പോ ഇന്ന് ഒരുപാട് പുതിയ ആൾക്കാർ വന്നല്ലേ, അവർക്ക് ഈ ദിനേശ് സാർ ആരാ എന്തോ ഇവിടെ കേട്ടു, ഒരു മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, ഒന്നും മനസ്സിലായിട്ടില്ല. ഈ ദിനേശ് സാർ ആരാന്ന് അറിയണ ആഗ്രഹം ഉണ്ടായിരിക്കെങ്കിലും ജസ്റ്റ് ചെറിയൊരു മനുഷ്യനെ പറ്റി കുറച്ച് പറയണം. ചെറുതല്ല, മനുഷ്യൻ വളരെ വലുതാണ് കേട്ടോ. ഭയങ്കര നീളവും തടിയും ഒക്കെയുള്ള മനുഷ്യനാണ്. ചെറുതായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറയാം അല്ലേ, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പുതിയ കാണുന്നവർക്ക് വേണ്ടിയിട്ട്. ഞാൻ എന്നെ സ്വയം വിളിക്കുന്ന പേര് ദിനേശ് മൂവത്ത് എന്നാണ്. നിങ്ങൾക്കും അത് തന്നെ വിളിക്കാം.
ഞാൻ UAE-യിലാണ് താമസം. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ഉണ്ട്. ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണ്. ഇപ്പൊ ചെയ്യുന്നത് ബിസിനസ്സാണ്, എന്റർപ്രണർ ആണ് ഞാൻ. അതുപോലെ ഒരു കുറച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഓത്തർ എന്ന് പറയും. അവാർഡുകളൊന്നും കിട്ടിയില്ല, പക്ഷെ ഉടനെ കിട്ടുമായിരിക്കും, കിട്ടും. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, മെന്ററാണ്, ബിസിനസ് മെന്റർഷിപ്പ് ചെയ്യുന്നു, പേഴ്സണൽ മെന്റർഷിപ്പ് ചെയ്യുന്നു. നാട്ടിൽ കാസർഗോഡ് ജില്ല സ്വദേശിയാണ്. മക്കള് ഒരു മകനും ഒരു മകളും, ഭാര്യയും ഇവിടെ ഉണ്ട്. മകൻ ഡിഗ്രി ആണ് പഠിക്കുന്നത്. എന്താ എന്നെ പറ്റി പറയുന്നത്, ഇതൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. ഒന്നുമില്ല, ബാക്കിയെല്ലാം നിങ്ങൾ കാണുന്നത് തന്നെയാണ്. ഇതിനപ്പുറത്ത് വേറൊന്നുമില്ല. വേറെ ഒന്നും പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും. 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് മനസ്സൊരു വിസ്മയം, ഒരു പുസ്തകമാണ് മനസ്സൊരു വിസ്മയം എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മൈൻഡിന്റെ അഗാധ തലങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി. ആത്മഹത്യ അല്ല, ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിപ്പുറപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയിൽ നിന്ന് തുടങ്ങി അവസാനം ഞാൻ എന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വാക്യത്തിലെത്തുന്ന ഒരു ജേണി, ലൈഫ് ജേണിയാണ് ഈ സംഭവം. ഇതിലാണ് നമ്മുടെ മനസ്സിന്റെ വിഷയങ്ങളും, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പാകപ്പെടുത്തണമെന്നും നേരത്തെ ഞാൻ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസും, ആ ഇമ്പ്യൂരിറ്റീസ് കൊണ്ടുള്ള വിഷയങ്ങളും അത് മാറ്റാത്തിടത്തോളം കാലം നമുക്ക് പലതും ബ്ലോക്കായി കിടക്കുമെന്നും, ആ ബ്ലോക്കേജുകളെ മാറ്റാത്തിടത്തോളം കാലം നമ്മൾ പലപ്പോഴും ജീവിതം വഴി മുട്ടി നിന്നു പോകും എന്നുള്ള ഒരു തിയറി. ഇത് ഏതെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാ സിസ്റ്റത്തോടും നമുക്ക് താതാത്മ്യതയുണ്ട്. ഒരു സിസ്റ്റത്തെയും നമ്മൾ നോ എന്ന് പറയില്ല. എല്ലാം പ്രപഞ്ചത്തിന് സൃഷ്ടികളായത്, എല്ലാം സർവ്വം ഏകമയം എന്ന് പറയുന്ന പോലെ നിങ്ങൾ EFT പഠിച്ചോളൂ, നോ പ്രോബ്ലം. റേക്കി പഠിച്ചോളൂ, നോ പ്രോബ്ലം. നിങ്ങൾ ഏത് തന്നെ, അല്ലെങ്കിൽ ആക്സസ് ബാർ പഠിച്ചോളൂ, അങ്ങനെ 100 കണക്ക് സിദ്ധാന്തങ്ങൾ ഏത് പഠിച്ചോളൂ, ഒരു വിഷയമില്ല, എല്ലാം അക്സെപ്റ്റബിൾ ആണ്. അൺടിൽ അൺലെസ് ഇറ്റ് ഡോണ്ട് മേക്ക് യു ചേഞ്ചസ് യുവർ മൈൻഡ്. ഏത് സാധനവും നിങ്ങളുടെ മൈൻഡിനെ ചേഞ്ച് ചെയ്താൽ മാത്രമാണ്. അപ്പോൾ മൈൻഡ് മാത്രമാണ് ബേസ് എന്ന് പറയുന്നു. മനോബുദ്ധ അഹങ്കാര എന്ന് ശ്രീ ഗുരു പറഞ്ഞ പോലെ, ശങ്കരാചാര്യ പറഞ്ഞ പോലെ, എന്തായാലും മനോബുദ്ധിയുമാണ് പ്രാധാന്യം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സാണ്. അപ്പൊ ഏത് തിയറി വെച്ചാലും മനസ്സിലാവണം. പക്ഷെ ഈ നമ്മളുടെ ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു തിയറിയും ബേസ് ചെയ്യാതെ ഡയറക്റ്റ് മനസ്സിലേക്ക് എത്തുന്ന ഷോർട്ട് കട്ടാണ്. നമ്മൾ മറ്റൊന്നിനെ, ഒരു മെത്തേഡ്സും അല്ല പോകുന്നത്, ഡയറക്റ്റ് മനസ്സിലെ പ്രോഗ്രാം ചെയ്യുകയാണ്. എല്ലാ മെത്തേഡ്സുകളും നമ്മൾ ഉപയോഗിച്ചോളൂ, ഒരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റിലാണ് പോകുന്നത്. അത് വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റിസൾട്ട് 100% ഉണ്ടാവും. റിസൾട്ടിന് ഇത്രയും ആൾക്കാർ പറഞ്ഞത്, ആർക്കും ആരെയും കണ്ടില്ലെങ്കിൽ ഈ റിസൾട്ട് കാണുന്ന ഒരേ ഒരാളെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ക്യാമറയിൽ തിരഞ്ഞു കാണാം. ഇത് പരീക്ഷിച്ച് ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നതും ഈ ഒരൊറ്റ റിസൾട്ട് കൊണ്ടാണ്. ഞാൻ ഇതൊന്ന് മാത്രമേ പഠിച്ചുള്ളൂ. ഇത് പൂർണ്ണമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്നും ഇതുപോലെ സദാ പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നു. എത്ര തന്നെ വിഷയങ്ങളുണ്ടെങ്കിലും കോപമോ ദേഷ്യമോ ഭയമോ സങ്കടമോ ദുഃഖമോ പശ്ചാത്താപമോ കുറ്റബോധമോ ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ഇവിടെ നിൽക്കുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതാണ് എൻ്റെ തിയറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു പുസ്തകം ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിത വിജയം. ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ആ ക്യാപ്ഷൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറയേണ്ടി വരില്ല എന്താണ് സംഭവിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 105 ദിവസത്തെ ഒരു ജേണിയാണ്. എൻ്റെ 1683 ദിവസം ഞാൻ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ രാവിലെ എഴുതി എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത എൻ്റെ കോട്ടുകളിലെ ഏറ്റവും സിമ്പിൾ, ഏറ്റവും കൃത്യം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ചെറിയ ക്യാപ്ഷൻസുകളെ എടുത്തിട്ട് തന്നിരിക്കുകയാണ്. ഇത് ഡെയിലി പ്രാക്ടീസിന്റെ ബുക്കാണ്. ഓരോ ദിവസവും ഇത് ഓരോ സിസ്റ്റം അനുസരിച്ചാണ് ഇരിക്കുന്നത്. 21 21 21 21 എന്നുള്ള രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒരെണ്ണം ഞാൻ മാത്രം വായിക്കാൻ, എനിക്കിത് മനസ്സിലാക്കാനായിട്ട് സിമ്പിളായിട്ട്. 23ാമത്തെ ദിവസത്തെ ഒരു പ്രാക്ടീസാണ്. സ്വഭാവം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നമ്മുടെ സ്വഭാവം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അതുകൊണ്ട് സ്വഭാവം ഒരു ദിവസം കൊണ്ട് മാറ്റുവാനും സാധിക്കുകയില്ല. നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടിത്തറയാണ് സ്വഭാവം. സ്വഭാവം ജനനം മുതൽ സ്വയം പ്രത്യക്ഷപ്പെടുകയും ജീവിതത്തിലുടനീളം വളർന്നു വരികയും ചെയ്യുന്നു. കാഴ്ചകളിലൂടെയും പെരുമാറ്റത്തിലൂടെയും കൂടി വേണം നമ്മൾ ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ.
അതായത് ലുക്കും വാക്കും ചിന്തയും പ്രവൃത്തിയും കൂടിയാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലൊരു വ്യക്തിയാവാൻ നമ്മുടെ ഈ 4 തത്വങ്ങളെയും നല്ല രീതിയിൽ ഉയർത്തി നമ്മിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന തലത്തിലേക്ക് ഉയരാൻ നമ്മെ ഉണ്ടാവണം. ഇതാണ് പ്രത്യേകിച്ചുള്ള, ഇങ്ങനെയാണ് ഈ പുസ്തകം പോകുന്നത്. ഇത് കുറെ നേരം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കാനുള്ള ഇട നൽകുന്ന ഒരു സാധനമാണ് എന്ന് മാത്രം പറയുന്നു. മേടിക്കാൻ നിങ്ങൾ അഡ്മിന് ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഞാൻ ഇപ്പൊ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് തരാം. പുതിയ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. വന്നവർക്ക് എല്ലാവർക്കും സ്നേഹം, സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഇതിൽ ചേരാത്ത, ആ മെയിൻ ഗ്രൂപ്പിലേക്ക് ചേരാത്തവരെല്ലാവരും, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരായാലും അല്ലാത്തവരായാലും എല്ലാവരും മെയിൻ ഗ്രൂപ്പിലേക്ക് ഒന്ന് ചേരുക. കാരണം അവിടെയാണ് പലപ്പോഴും നമ്മുടെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ അധികം വരുന്നത്. എന്നുള്ളത് മറക്കാതിരിക്കുക. ഇത് ഷെയർ ചെയ്തോളൂ. ആമസോണിൽ കിട്ടില്ല എന്ന് വെച്ചാൽ ആമസോണിൽ കിട്ടും. പക്ഷെ ആമസോണിനേക്കാളും നല്ലത് നമ്മൾ ഡയറക്റ്റ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അടുത്ത് ആമസോൺ സ്റ്റോക്ക് തീർന്ന് കിടക്കുകയാണെന്ന് പറഞ്ഞു. ഇന്നലെയാട്ടോ പറഞ്ഞത്. നാട്ടിൽ ജസ്റ്റ് വിളിച്ചാൽ മതി, അവര് നമ്പർ അയച്ചു തരും കേട്ടോ. ആമസോണിൽ കിട്ടും, പക്ഷെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെന്ന്. എനിക്ക് ഇനി ആമസോണിൽ എത്തണമെങ്കിൽ ഞാൻ അവരുടെ പുതിയ പ്രിന്റ് വരണമെന്ന് തോന്നുന്നു എന്നാണ് എന്നോട് കിട്ടിയ അഭിപ്രായം. എൻ്റെ അടുത്ത് ഇവിടെ നമ്മുടെ അഡ്മിന്റെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്, അവരയച്ചത്. പിന്നെ ഉള്ളത് ഇതൊരു കവിതയാണ്. ഇത് കവിതാ സമാഹാരമാണ് അച്ഛൻ എന്ന് പറയുന്നത്. കവിതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വാങ്ങിക്കാം. ഇത് പൈങ്കിളിക്കധിക കവിതകളൊന്നുമല്ല. ഇത് കുറച്ച് വ്യത്യസ്തമായ കവിതകളാണ്. ഞാനത് വായിച്ച് സമയം കളയുന്നില്ല, നിങ്ങൾക്ക് വായിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് പോണ്ടേ, മറ്റതിലേക്ക് പോണ്ടേ. നമ്മള് ഇപ്പൊ എന്നെ പറ്റിയുള്ള ഇത്രയും പറയാനുള്ളൂ. ഇന്ന് എത്രയും ആൾക്കാർ വന്നതിൽ സന്തോഷം എല്ലാവർക്കും. അപ്പൊ നമ്മൾ എന്താണ്, ടെസ്റ്റ് വേണം അല്ലെ? അപ്പൊ ചിന്തകളുടെ ശക്തിയാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക്, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യത്തെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക. നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ എന്താണോ ചിന്തിച്ചത് അത് ആ ബുക്കിൽ എഴുതുക. ചിന്തകളാണ് നിങ്ങളെ വാർക്കുന്നതെങ്കിൽ ആ ചിന്തകൾ എന്താണെന്ന് അറിയണം. ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യം എന്താണെന്ന് എഴുതുക. അല്ല, അത് ഓക്കെ, ശരി, ഞാൻ എഴുതിക്കോളൂ. ഓക്കെ, നിങ്ങൾ അതിനെ പറ്റിയിട്ടാണ് ചിന്തിച്ചത്, ഏറ്റവും കൂടുതൽ ചിന്തിച്ചത്. ഇനി സ്റ്റെപ്പ് നമ്പർ 1, ഒരാളെ ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ 10 ലക്ഷം രൂപയെ പറ്റി അല്ലെങ്കിൽ 5 ലക്ഷം രൂപയെ പറ്റിയാണ് നിങ്ങൾ ഇന്ന് ആലോചിച്ചത്. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കേണ്ട പണത്തെ പറ്റിയാണ് നിങ്ങൾ ആലോചിച്ചത്. അത് ശരിയായിരുന്നു. അത് കൊടുക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള വിശ്വസിച്ചു നിങ്ങൾ. 1, 2, 3 അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വാസമുണ്ടോ? ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഒന്നുകൂടി പറയാം, കൃത്യമായി വയ്ക്കാം. നിങ്ങൾ മണിയെ പറ്റി ആലോചിച്ചു. ആ മണി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. റെഡിയായി. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കത് ലഭിച്ചോ എന്ന് വെച്ചാൽ വീണ്ടും കൺഫോമിറ്റി ആണ്. മൂന്നാമത്തത് കൺഫോമിറ്റി ആണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫണ്ടമെന്റൽ നിയമമാണ് പറഞ്ഞത്. നിങ്ങൾക്കൊന്ന് ലഭിക്കണമെങ്കിൽ ആദ്യം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക, രണ്ടാമത് അത് വിശ്വസിക്കുക, മൂന്നാമത് ലഭിച്ചതായി അംഗീകരിക്കുക. കളങ്കപ്പെടുത്തരുത് മനസ്സിനെ. കൺഫോമിറ്റിയാ കൊടുക്കേണ്ടത്. കൺഫോമിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ 111 നിങ്ങൾക്ക് ഇന്നിപ്പോ നടന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ അത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, നിങ്ങൾ കൺഫോമിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരുപാട് തവണ 111 കണ്ടിട്ടുണ്ടാവും. കിട്ടുമെന്നോ കിട്ടില്ലെന്നോ എന്തെങ്കിലും ഒരു കൺഫോമിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് 111 കണ്ടിട്ടുണ്ടാവും. യാതൊരു തർക്കമില്ല. നിങ്ങളിത് കൊടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ 111 കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണുക തന്നെ. ഇനി ഞാൻ ഇന്നിത് പറഞ്ഞു, ഇതുവരെ നിങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. നാളെ മുതൽ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്കത് കാണും. ക്ലിയർ അല്ലേ? നാളെ മുതൽ ഒന്ന് ശ്രമിച്ചു. ഇപ്പൊ ഇത് കാണാത്തവർ ഇന്ന് ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളിത് കേൾക്കുന്നെങ്കിൽ നാളെ മുതൽ ഒന്ന് ശ്രമിച്ചോ. ഇനി മറ്റവനെ കൂടി ഒന്ന് പരീക്ഷിക്കട്ടെ നമുക്ക്. 888 ഇല്ലേ? ഇവിടെ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം?
നിങ്ങൾക്കുള്ള സാമ്പത്തിക ലക്ഷ്യം എന്താ എഴുതൂ. അവിടെ എഴുതൂ, കൃത്യമായി എഴുതൂ. വീണ്ടും അതേ സംഭവം നടക്കും. എഴുതി. അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ മാം. സാമ്പത്തിക ലക്ഷ്യമാണ് ചാരിറ്റി ചെയ്യാന്ന് പറയുന്നത്. സാമ്പത്തിക ലക്ഷ്യമാണ് ചോദിക്കുന്നത്. ഫൈനാൻഷ്യൽ ഫ്രീഡം ഔട്ട്പുട്ട് ഓഫ് സാമ്പത്തിക ലക്ഷ്യം, അതിന്റെ റിസൾട്ട് ആണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. സാമ്പത്തിക ലക്ഷ്യത്തിന്റെ റിസൾട്ട് ആണ് ഫൈനാൻഷ്യൽ. ലക്ഷ്യം എത്രയാണ്? 10 ലക്ഷം. യെസ്, അങ്ങനെയാണ് ലക്ഷ്യങ്ങൾ. 10 ലക്ഷം, 25 കോടി, 50 കോടി, 20 കോടി, ഇങ്ങനെയൊക്കെ. എൻട്രിക്കൽ ഇതയാണല്ലേ. 25 കോടി, 50 കോടി, ഇങ്ങനെയാണ് സാമ്പത്തികം. ഇനി ഓക്കെ, കഴിഞ്ഞു. രണ്ടാമത്, നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആർ യു ഷുവർ വിത്ത് ദാറ്റ്? അല്ലേ? മൂന്നാമത് സെയിം തന്നെയാണ്. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞോ? ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, കണ്ണടച്ച്. അല്ലെ, ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് രണ്ടും നമ്മൾ കൺഫേം ആക്കി കിട്ടുമെന്ന് ഉറപ്പാക്കി നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിർത്തിക്കോളൂ. നിങ്ങൾ പ്രാക്ടീസിലേക്ക് എല്ലാം നിങ്ങൾ എഴുതിയതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ അയക്കണം. ഞാൻ 1, 2, 3 എന്നേ പറയുള്ളൂ. 3 സെക്കൻഡ് സമയമുള്ളൂ. അല്ല, മൂന്ന് പ്രാവശ്യം, മൂന്നേ പറയുള്ളൂ. ടൈം നോക്കണ്ട. 1 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ തെളിയണം. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് എഴുതിയത് മനസ്സിൽ തെളിയണം. അവിടെ അങ്ങനെ വെക്കണം, മായ്ക്കരുത്. 2 എന്ന് പറയുമ്പോൾ എനിക്കത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 എന്ന് പറയുമ്പോൾ എനിക്കത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഫീല് നിങ്ങൾക്ക് വരണം. ദൈവം എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പൈസ മാത്രമല്ല കേട്ടോ, ഒരു ബന്ധമാവാം, ഒരു പുതിയ ഗേൾ ഫ്രണ്ടിനെ നേടുന്നതാവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, പുതിയ വണ്ടി വാങ്ങിക്കുന്നതാവാം, പുതിയ വീട് വെച്ചതാവാം, പുതിയ ഒരു ജോലി ലഭിച്ചതാവാം, എന്തുമാവാം. ഒന്നാമത്തത് നിങ്ങളത് സെറ്റ് ചെയ്തു, എഴുതി. രണ്ടാമത്തെ നിങ്ങൾ അതിനെ വിശ്വസിച്ചു. മൂന്നാമത്തെ നിങ്ങൾക്ക് അത് കിട്ടിയതായി അനുഭവിച്ചു. കറക്റ്റ്, 3 സ്റ്റെപ്പ്. ഓക്കെ, റെഡി? എല്ലാം റെഡി അല്ലേ? കണ്ണടച്ച് ഒന്ന് ബ്രീത്തൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. ശ്വാസോച്ഛ്വാസം നേരെ ആക്കുക. സജീവ് ജി, ഇതേ കോൺസെപ്റ്റിനെ ഒന്ന് നിങ്ങളുടെ ആ പർപ്പസുമായി കണക്ട് ചെയ്തേ. നമ്മളിപ്പോൾ എന്തോ ഒരു കാര്യത്തിനോട് ചെയ്തിരിക്കുന്നല്ലോ, അതും ഇവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ സജീവ് ജി. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നത്. അപ്പൊ കണ്ണടച്ചിരിക്കുക എല്ലാവരും. മുഖത്തൊരു ശ്വാസമൊക്കെ കഴിച്ച് നല്ല റിലാക്സ്. 3 തവണ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തുവിട്ട് ഫുള്ളി റിലാക്സ് ചെയ്യുക. ശരീരം മൊത്തം റിലാക്സ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഇപ്പോ നിങ്ങളുടെ കാലിലെ പെരുവിരൽ വരെ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നുണ്ട്. ദേഹം മുഴുവൻ, കാലിന്റെ പെരുവിരൽ വരെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം. അത്രയും ശ്രദ്ധയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്കുള്ളത്. ഇനി നമ്മൾ ആ പുസ്തകത്തിൽ നേരത്തെ എഴുതി വെച്ച നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്റെ ആ സംഭവം നിങ്ങളുടെ കണ്ണു മുമ്പിൽ കാണുകയാണ്. പൈസ ആയാലോ എന്തെങ്കിലും ആഗ്രഹമായാലും എന്താണോ എന്നത് നിങ്ങളുടെ കൺമുന്നിൽ കാണുകയാണ്. കൺമുന്നിൽ കാണുകയാണ്. മുഖത്ത് നല്ലൊരു പുഞ്ചിരി വരുന്നു. യഥാർത്ഥത്തിൽ അത് വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നു. നിങ്ങൾ കുറച്ച് ദൂരത്ത്, നിങ്ങൾ അടുത്തെത്തിയില്ല, ദൂരത്താണുള്ളതെന്ന് കരുതിക്കും. കുറച്ച് ദൂരത്ത്, പക്ഷെ നിങ്ങൾക്ക് അത് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയതായി നിങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ലഭിച്ചതായി നിങ്ങൾ വിശ്വസിക്കുന്നു. ആ കുറച്ച് ദൂരത്ത് കണ്ടതായ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് അടുത്തോണ്ട് വരികയാണ്, അടുത്തടുത്ത് വരികയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയതായി വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ അതിൽ ലഭിച്ചതായി നിങ്ങൾ അതിലോട്ട് ചെല്ലുകയാണ്. നിങ്ങൾ അതായി തീരുകയാണ്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിച്ചത് അതിൽ നിങ്ങൾ ജീവിക്കുകയാണ്. വീട് കണ്ടതെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ ജീവിക്കുകയാണ്. ഇപ്പോൾ വീട്ടിനകത്ത് നിങ്ങൾ കയറിയിരിക്കുകയാണ്. കാശാണ് ലഭിച്ചെങ്കിൽ ആ കാശ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭിച്ചതായിട്ട് അത് ലഭിച്ചു കഴിഞ്ഞുണ്ടാവുന്ന മാനസികാവസ്ഥ ഏതാണോ അത് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക.
മനോഹരം. എന്തോ ആഗ്രഹിച്ച ഒരു കാര്യം നടന്നതിൽ ഞാനൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ വിചാരിച്ച് വണ്ടി വാങ്ങിച്ച് ആ വണ്ടിയിൽ ഇരുന്ന് പോകുന്ന ആ പ്രതീതി കാണുകയാണ്. അല്ലെങ്കിൽ ഒരു ഭവനം, അല്ലെങ്കിൽ ഒരു ബന്ധം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള ബന്ധം എന്ന സന്തോഷത്തോടു കൂടി സ്വന്തം ലൈഫ് പാർട്ട്ണറുമായി പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ സ്വയം കാണുകയാണ്. ആസ്വദിക്കുക, അതിനെ പൂർണ്ണമായി ആസ്വദിക്കുക, പുഞ്ചിരിയോടെ ആസ്വദിക്കുക, നന്നായി ആസ്വദിക്കുക. നിങ്ങളുടെ ഹോർമോൺസ് എല്ലാം അതിന് തത്തുല്യമായി ഉയരട്ടെ. ഡോപ്പമൈനും സെലട്ടും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഹോർമോൺസുകളെല്ലാം പുറത്തു വരികയാണ്. മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്. സന്തോഷം അനുഭവിക്കുകയാണ്. അത് നിങ്ങളുടെ മുന്നിൽ എത്തിയതിന്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. സന്തോഷത്തോട് പുഞ്ചിരിയോടുകൂടി അത് നിങ്ങൾ ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മനോഹരമായ ഒരു കാര്യം നിങ്ങൾ നേടിയിരിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ അതായി ജീവിച്ചാൽ മാത്രം മതി. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ഗിഫ്റ്റ്. താങ്ക് യു ഓൾ ഇൻ ദിസ് യൂണിവേഴ്സ്. എനിക്ക് അർഹിച്ചത്, ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് ലഭിച്ചു. ഞാൻ അതിൽ അഭിരമിക്കുകയാണ്, ഞാൻ അതിൽ ജീവിക്കുകയാണ് സന്തോഷത്തോടെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി പതുക്കെ തിരിച്ചു വരിക, പതുക്കെ തിരിച്ചു വരിക, പതുക്കെ കണ്ണുകൾ തുറക്കുക, പതുക്കെ കണ്ണുകൾ തുറക്കുക. എന്തോ നിങ്ങൾ ഇത്ര കാലം ആഗ്രഹിച്ച ഒരു കാര്യം നേടിയിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ഫീലല്ല, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇതുവരെ. ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ എവിടെയായിരുന്നു? അവിടെ അല്ല. ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ ഇരുന്നത്? അവിടെ നിങ്ങൾ ആരുമില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തേണ്ട അടുത്ത തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പേ ഉള്ളതിൽ നിന്നും മാറ്റിയ തലത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾ നാളെ മുതൽ എന്ത് കാണും? അത് നമ്പർ ഒന്ന് എഴുതിയേ. നിങ്ങൾ മുമ്പേ ഉണ്ടായ തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നാളെ മുതൽ എന്ത് കാണും? ഞാൻ പറഞ്ഞത് കൃത്യമായി പിടികിട്ടിയില്ല. അയ്യോ, ലക്ഷ്മി 333 ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇവിടെ. ഞാൻ 2 സംഖ്യയെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നിലവിലുള്ള ചിന്തയിൽ നിന്നും അടുത്ത തലത്തിലേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് മാറിയിരിക്കുന്ന ചിന്തകളാകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് നമ്പർ? 111. സാമ്പത്തികമായി ആണ് നിങ്ങൾ ഉയർന്നതെങ്കിൽ 888. കണ്ടു, നമ്മൾ തെറ്റരുത്. ചിന്താതലത്തിൽ നിന്ന് നിങ്ങൾ ഉയർന്നെങ്കിൽ നിങ്ങൾക്ക് 111 കണ്ടു. ഞാൻ പറഞ്ഞ ചിന്താതലത്തിൽ. ഇനി 2 കാണട്ടെ, എല്ലാം കാണട്ടെ. അത് കണ്ടു കഴിയുമ്പോൾ എന്നെയും കൂടി ഓർക്കുക. അതിലുള്ള ഏറ്റവും വലിയ സംഖ്യ എന്നോടും എന്നിലും ഓക്കെ, ശരി. അപ്പോ ഓക്കെ അല്ലേ? ഇത്രയും പോരെ ഇന്ന്? നാളെ നമ്പർ വേണമെങ്കിൽ നമ്പർ അടിക്കാം. നാളെ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് വേണമെങ്കിൽ സ്വിച്ച് വേർഡ് വേണം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ താങ്ക് യു. എല്ലാവർക്കും സ്നേഹാഭിവാദങ്ങൾ. നിങ്ങൾ എല്ലാവരും യൂട്യൂബ് വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോട് എല്ലാവരും പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. വീടില്ല, ഭവനമില്ല, ആരോഗ്യമാണ്, പ്രശ്നങ്ങളാണെന്നൊക്കെയുള്ള നിങ്ങളെ കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കമന്റുകളൊന്നും കണ്ടില്ല എന്നല്ല, എല്ലാം കാണുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാം എന്താ പറയാ, യെസ്, എല്ലാവർക്കും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവട്ടെ, സംഭവിക്കട്ടെ എന്ന് ുന്നു. നിങ്ങൾ ആരും കമന്റ് ചെയ്യുക. നിങ്ങളുടെ എന്ത് വിഷയമായാലും അത് നല്ല, നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ സങ്കടം എന്താണോ, നിങ്ങളുടെ സന്തോഷം എന്താണോ, അതെല്ലാം നിങ്ങൾക്ക് അവിടെ ഷെയർ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഞാൻ എല്ലാ സമയം കിട്ടുന്നതനുസരിച്ച് കാണുന്നുണ്ട്, നിങ്ങൾക്ക് മറുപടിയും തരുന്നുണ്ട്. അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമന്റിൽ എന്റെ കൂടെ നിൽക്കുന്ന കുറേ മഹത് വ്യക്തികളുണ്ട് അല്ലെ, ഇതിൽ കുറേ മഹത് വ്യക്തികളുണ്ട്. അവർക്ക് ചിലപ്പോൾ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നവരും, ചിലപ്പോൾ ഒരു ആരോഗ്യാവസ്ഥയിൽ ഒരുപാട് ഡോക്ടർമാരിവിടെ ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, മറ്റ് EFT ടെക്നീഷ്യൻ, എന്താ പറയാ, വലിയ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ നിങ്ങളെ സഹായിച്ചെന്ന് വരാം. നിങ്ങളൊരു തടി ഓവർ നമ്മുടെ ഫാറ്റിനെ പറ്റിയിട്ട് ആരോ പറഞ്ഞപ്പോൾ ഒരു നമ്മുടെ സ്റ്റുഡന്റ് അന്നേരം വിളിച്ചു പറഞ്ഞു, സാറേ ഒന്ന് അവരുടെ നമ്പർ എടുത്താൽ ഞാനൊരു ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം, ഒരു ശരീരം അതിന്റെ കുറയാനുള്ള സംഭവം എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ആർക്കും പറയാം, ഒരു വിരോധമില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എപ്പോഴെവിടെയാണ് ദൈവം നിങ്ങൾക്ക് ഒരു വഴി കാട്ടിത്തരുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും
സ്നേഹാഭിവാദ്യങ്ങൾ. യൂട്യൂബ് ഞാൻ ഈ റെക്കോർഡിങ്ങോട് സ്റ്റോപ്പ് ചെയ്യുന്നു. പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. താങ്ക് യു.